ഹായ്, അമ്ന വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഫുഡാണ്. നമ്മുടെ മഴക്കാലം കഴിഞ്ഞിട്ടുള്ള കടലിൽ നിന്ന് കിട്ടുന്ന കല്ലുമ്മക്കായ വെച്ചിട്ടുള്ള ഒരു മജ്ബൂസാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. നോക്കാം. എല്ലാവരും എൻ്റെ വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. മജ്ബൂസിലിടുന്ന ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ഇത് 1 കിലോ കല്ലുമ്മക്കായ പുഴുങ്ങി ഇറന്ന് വെച്ചതാണ്. ഇത് 1 കിലോ കയമാരി. ഇത് 2 തക്കാളി അരിഞ്ഞ് വെച്ചത്. ഇത് കുറച്ച് മല്ലിച്ചപ്പ്. ഇത് 2 സവാള അരിഞ്ഞ് വെച്ചത്. ഇത് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് വെച്ചത്. ഇത് ഉണക്ക നാരങ്ങ. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇനി ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. ആദ്യം ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇനി അരിഞ്ഞു വെച്ച സവാള ചേർക്കുക. സവാളയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റുക. സവാള പെട്ടെന്ന് വഴറ്റി വരാനായിട്ട് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കാം. മാക്സിമം കല്ലുപ്പ് ഇടാൻ ശ്രദ്ധിക്കുക. ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം 3 പച്ചമുളക് അരിഞ്ഞതും ചേർക്കുക. ഇതിലേക്ക് തക്കാളി ചേർക്കാം. തക്കാളി ഇനി ഉടയുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കാം. മജ്ബൂസ് മസാല ഇല്ലാതെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മജ്ബൂസ് ഉണ്ടാക്കാം. സ്റ്റവ് ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെക്കാം. എന്നിട്ട് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി ചേർക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഇറച്ചി മസാല, 1 ടീസ്പൂൺ കുരുമുളക്, സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക. 2 ഏലക്കായ, 3 ഗ്രാമ്പൂ, 1 സ്പൂൺ ഗരം മസാല എല്ലാം ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. നമ്മൾ എടുത്തു വെച്ച കല്ലുമ്മക്കായ ചേർത്ത് നന്നായി ഇളക്കുക. കല്ലുമ്മക്കായ പുഴുങ്ങും നേരം കിട്ടുന്ന കുറച്ച് ഉപ്പ് വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്യുക. ഈ മസാല നന്നായി തിളച്ച് വന്നാൽ 1 കിലോ അരിക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായി തിളച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് വെള്ളം ഒഴിക്കാം. 1 കിലോ അരിയുടെ പാത്രമാണിത്. ഈറ്റാതെ 2 പാത്രം വെള്ളമാണ് ഒഴിക്കേണ്ടത്. പക്ഷേ മസാലയിൽ വെള്ളമുള്ളതിനാൽ നമുക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. നമുക്കായി പുഴുങ്ങിയ വെള്ളം ഒഴിച്ചതിനാലാണ് നമ്മൾ 1.5 പാത്രം വെള്ളം ഒഴിച്ചത്. ഉണക്ക നാരങ്ങ മുറിച്ച് ഇട്ട് കൊടുക്കാം. തിളച്ച് വരുന്നവരെ ഒന്ന് മൂടി വെക്കാം. കല്ലുമ്മക്കായയിലും അതിൻ്റെ പുഴുങ്ങി വെച്ച വെള്ളത്തിലും ഉപ്പുള്ളതിനാൽ ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർക്കുക. അരിഞ്ഞു വെച്ച് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട 1 കിലോ അരി ചേർത്ത് കൊടുക്കാം. വീട്ടിൽ ഉണ്ടാക്കി നോക്കല്ലോ. ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ബോക്സിൽ അഭിപ്രായം ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് അടച്ചു വെക്കുക. നമുക്കൊരു തക്കാളി ചട്നി ഉണ്ടാക്കിയാലോ. ഇതും എന്താണ് നിങ്ങളുടെ നാട്ടിൽ പറയുക? ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് ബിരിമ്പിപ്പുളി എന്നാണ്. വാളംപുളി ഇട്ടിട്ടാണ് തക്കാളി ചട്നി ഉണ്ടാക്കുക. ഞങ്ങൾ ഉണ്ടാക്കുന്നത് വിലിമ്പിപ്പുളി വെച്ചിട്ടാണ്. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താണ് പറയുക എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കും. നല്ല മണം വരുന്നുണ്ട്. നമ്മൾ മജ്ബൂസിന് വെള്ളം വറ്റി മജ്ബൂസ് പാകമായി വരുന്നുണ്ട്. ആമി നല്ല മണമില്ലേ ഇപ്പോൾ? മജ്ബൂസ് ഏകദേശം പാകമായി. ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. തക്കാളി ചട്നി ഇവിടെ റെഡിയാക്കുന്നുണ്ട്. നല്ലോണം തിളച്ച് വരുന്നുണ്ട്. കറിവേപ്പിലയും ജാതിക്കയുടെ ഇലയും ചേർത്ത് കൊടുക്കാം. നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ജാതിക മരത്തിലുള്ള
2 ഇല പറിച്ചിട്ട് മുറിച്ചിട്ടാൽ മതി. നമ്മുടെ തക്കാളി ചട്നി ഇത് ഇവിടെ റെഡിയായി. ഇതാ നമ്മുടെ അതിനോടൊപ്പം നമ്മുടെ ചോറും റെഡിയായി. ഇത് അതിന് നേരെ കൊണ്ട് നമ്മളിത് ചമ്മന്തിയും ഉണ്ടാക്കി. ഇഷ്ടമായി നമ്മുടെ കല്ലുമ്മക്കായ മജ്ബൂസ് ഇതാ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്കിത് ടേസ്റ്റ് നോക്കിയാലോ. ഇതെങ്ങനെയുണ്ടെന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് തരിക. ബൈ.